നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ നടപടിയുമായി ഇഡി രംഗത്ത് വന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി യൂണിറ്റ് ഈ കേസിൽ ECIR രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. പ്രാഥമിക പരിശോധന നടത്തിയ ശേഷം നടപടികളിലേക്ക് കടക്കുകയാണ് ഇഡി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഘട്ടത്തിൽ ഇഡി കേസിൽ ഇടപെടുന്നത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഇവർ പറയുന്നത്. കേന്ദ്ര ഏജൻസികളെ വിവിധ സംസ്ഥാനങ്ങളെ അടിച്ചമർത്താൻ കേന്ദ്രം ഉപയോഗിക്കുന്നുവെന്ന ആരോപണം കേരളം അടക്കം ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ ഇത് തെരഞ്ഞെടുപ്പിലും ശക്തമായ വിഷയമായി തീരുമെന്ന് ഉറപ്പായിരിക്കുകയാണ് എന്നൊക്കെയാണ് ഇടതു വലത് കക്ഷികൾ പറയുന്നത്. വീണയുടെ എക്സാലോജി കമ്പനി ഉൾപ്പെടെ SFIO അന്വേഷണം നേരിടുന്നവരെല്ലാം ഇഡി അന്വേഷണ പരിധിയിലുമാണ്. വീണയുടെ കമ്പനിയായ എക്സാലോജിക്കും അന്വേഷണ പരിധിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതേസമയം കേസിൽ ഇഡി അന്വേഷണം അനിവാര്യമാണെന്നാണ് പരാതിക്കാരനായ ഷോൺ ജോർജും പറയുന്നത്. വൻ തുകയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു. മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ ഫണ്ട് ഉപയോഗത്തിലെ പൊരുത്തക്കേടുകൾ മുൻ ധനമന്ത്രി തോമസ് ഐസക് അറിഞ്ഞിരുന്നുവെന്നാണ് സംശയമെന്ന ഇഡി ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു. അദ്ദേഹം അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും ഇഡിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ജയശങ്കർ വി നായർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച മറു സത്യവാങ്മൂലത്തിലും പറയുന്നു. തന്റെ കൈകൾ ശുദ്ധമാണെന്ന് തെളിയിക്കുന്ന രേഖകളൊന്നും ഹാജരാക്കിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോടതി നടപടികളിൽ നിന്നും മാറി നിൽക്കുകയാണെന്ന് തന്നെയല്ല, കോടതിയെയും അധികൃതരെയും മാധ്യമങ്ങളിലൂടെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം നിയമം അനുശാസിക്കുന്ന പൗരനാണെന്നും തോന്നിപ്പിക്കുന്നതേയില്ല. ഈ സാഹചര്യത്തിൽ സമൻസ് നടപ്പാക്കാൻ ഇഡിക്ക് നിയമം അനുശാസിക്കുന്ന നടപടികൾ എടുക്കേണ്ടി വരുമെന്നും സമൻസ് ചോദ്യം ചെയ്ത് അദ്ദേഹത്തിന്റെ ഹർജി തള്ളണമെന്നും അന്വേഷണത്തോട് സഹകരിക്കാനും ഇഡിക്ക് മുന്നിൽ ഹാജരാകാനും അദ്ദേഹത്തോട് നിർദ്ദേശിക്കണമെന്നും ഇഡി കോടതിയോട് അഭ്യർത്ഥിച്ചു. പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച മറ്റു പലരെയും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഐസക്കിന്റെ മൊഴിയെടുത്താൽ മാത്രമേ അന്വേഷണം മുന്നോട്ട് നീങ്ങുകയുള്ളൂ. ഇഡിയുടെ നടപടികളോ ചോദ്യം ചെയ്യലോ കോടതി സ്റ്റേ ചെയ്തിട്ടുമില്ല. ഇഡി കൃത്യമായി പറയുന്നുമുണ്ട്. ഏതായാലും ഇപ്പോൾ വീണയ്ക്കും അതുപോലെ തന്നെ തോമസ് ഐസക്കിനും കൂടി ഒരുമിച്ച് ഇഡിയിലേക്ക് ചോദ്യം ചെയ്യലിന് പോകേണ്ടി വരുമോ എന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം ഇഡിയുടെ അന്വേഷണ പരിധിയിൽ ഇപ്പോൾ വീണയും എത്തിച്ചേർന്നിരിക്കുന്നു. ഏതായാലും 7 പ്രാവശ്യം സമൻസ് നൽകിയിട്ടും തോമസ് ഐസക് ഹാജരായിട്ടില്ല. ഇങ്ങനെ 9 തവണ സമൻസ് അയച്ചിട്ട് ഹാജരാകാത്തത് കൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിന് ജയിലിലേക്ക് പോകേണ്ടി വന്നത്. ഏതായാലും അരവിന്ദ് കെജ്രിവാളിന് ഇന്നലെ ജാമ്യത്തിന് പോയെങ്കിലും ഈ അറസ്റ്റ് നടപടികളിൽ നിന്ന് ഒഴിവാക്കണമെന്നൊക്കെ അഭ്യർത്ഥിച്ചിട്ടും ഇന്നലെയും കോടതി ഒരു തീരുമാനമെടുത്തില്ല. വീണ്ടും അദ്ദേഹം ജയിലിലേക്ക് തന്നെ പോയിരിക്കുകയാണ്. അതുപോലെ തന്നെ താമസിയാതെ ജയിലിലേക്ക് പോകേണ്ടി വരുമെന്ന് കൃത്യമായി തന്നെ തോമസ് ഐസക്കിനെ അറിയാം. അതുകൊണ്ടാണ് തോമസ് ഐസക്ക് BJPയെയും മറ്റ് അനുബന്ധ സംഘടനകളെയും EDയെയും മറ്റ് അന്വേഷണ ഏജൻസികളെയും ഒക്കെ തള്ളിപ്പറയുകയും ആ തരത്തിൽ വലിയ പ്രകോപനം ഉണ്ടാക്കുകയും ആ തലത്തിൽ തന്നെ അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തതെന്ന് വരുത്തി തീർക്കാനും താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയാനുമുള്ള ശ്രമങ്ങളാണ് ഈ നടത്തുന്നതെല്ലാം. ഏതായാലും വീണയും അതുപോലെ തന്നെ തോമസ് ഐസക്കും ഒരുമിച്ച് ജയിലിൽ കിടക്കേണ്ടി വരുമോ എന്നാണ് ജനങ്ങൾ ഇപ്പോൾ ഉറ്റുനോക്കുന്ന ചോദ്യം. പിന്നാലെ പിണറായിയും പോകേണ്ടി വരും എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്.